റമദാൻ ഭക്തിയുടെ മാസമാണ്, റമദാൻ ഈമാനിന്റെ മാസമാണ്, റമദാൻ ഇബാദത്തിന്റെ മാസമാണ്, റമദാൻ വ്രതാനുഷ്ഠാനത്തിന്റെ മാസമാണ്, റമദാൻ തറാവീഹിന്റെ ഖിയാമുൽ ലൈലിന്റെ മാസമാണ്, റമദാൻ സദഖയുടെ മാസമാണ്, റമദാൻ ഖുർആൻ പാരായണത്തിന്റെ മാസമാണ്, റമദാൻ അങ്ങാടിവാണികത്തിന്റെ മാസമല്ല. റമദാനിലാണ് ഇപ്പൊ പുതിയ ചന്തകൾ രൂപപ്പെടുന്നത്. റമദാനിലാണ് ഇപ്പോ പുതിയ എല്ലാ ഉത്സവമാക്കുക എന്നതാണ് ആൾക്കാരുടെ ഒരു രീതി. റമദാനും ആഘോഷമാണ്, റമദാനും ആഘോഷമാണ്. അങ്ങാടിയിൽ ഇറങ്ങി ഞെരങ്ങേണ്ട മാസമല്ല പരിശുദ്ധ റമദാൻ. അവഗണനയാണത്, കടുത്ത അവഗണനയാണത് അല്ലേ? അള്ളാഹുവിന്റെ റസൂല് മിമ്പറിലേക്ക് കയറുമ്പോ 3 തവണ ആമീൻ പറഞ്ഞു ട്ടോ. ഒരു ഉപ്പിലിട്ട മാങ്ങ കഴിക്കാൻ അങ്ങാടിയിലേക്ക് ഇറങ്ങണമെന്ന് തോന്നുമ്പോ മനസ്സിൽ വരേണ്ട ഹദീസാണ് ഞാനിപ്പോ പറയുന്നത് ട്ടോ. തറാവി കഴിഞ്ഞ് വണ്ടിമങ്ങനെ പോകുമ്പോഴേ ഒരു 5 മിനിറ്റ് ഇവിടെ നിൽക്കുക, ഒരു പൈനാപ്പിൾ ഉപ്പിലിട്ടൊന്ന് കഴിക്കാം. ഇനി എന്തൊക്കെ സോഡയാണ് വരാൻ പോകുന്നത്, എന്തൊക്കെ വെള്ളം വരാൻ പോകുന്നത്, ആരോഗ്യത്തിന് പ്രശ്നമാണ്, ആരാധനകൾക്ക് പ്രശ്നമാണ്. സഹോദരങ്ങൾ, ഇത് ഉത്സവമല്ല, ഇത് ഇബാദത്തിന്റെ സീസണാണ്. അതുകൊണ്ട് അവിടേക്ക് ഇങ്ങനെ നടന്നു പോകുമ്പോൾ അവിടെ മനസ്സിലാണ്ട ഹദീസാ പറഞ്ഞത്. നബി 3 തവണ മിമ്പറിൽ കയറി ആമീൻ 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 പറഞ്ഞു. എന്താ നബി ആമീൻ പറഞ്ഞു? ഹദീസ് നിങ്ങൾക്കറിയാലോ. നബി പറഞ്ഞു, ജിബ്രീൽ 3 പ്രാർത്ഥന നടത്തി. വൃദ്ധരായ മാതാപിതാക്കളെ കിട്ടിയിട്ട് സ്വർഗം വാങ്ങാൻ കഴിയാത്തവൻ നശിക്കട്ടെ. ജിബ്രീൽ പ്രാർത്ഥിക്കാണെന്നിട്ട് ജിബ്രീൽ നബിയോട് പറഞ്ഞു, ഖുൽ ആമീൻ ഫഖുൽതു ആമീൻ. നബി ആമീൻ പറയൂ. അപ്പൊ ഞാൻ ആമീൻ പറഞ്ഞു. ഇന്നെന്താ പറഞ്ഞതറിയോ? പരിശുദ്ധമായ റമദാനിൽ ജീവിക്കാൻ അവസരം കിട്ടിയിട്ട് പാപങ്ങൾ പുറത്തു കിട്ടാത്തവൻ, അല്ലെങ്കിൽ പരിശുദ്ധ റമദാനിനെ പരിഗണിക്കാത്തവൻ നശിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു. ജിബ്രീൽ എന്നോട് ആമീൻ പറയാൻ പറഞ്ഞു, ഞാൻ ആമീൻ പറഞ്ഞു. ഈ ശബ്ദം കേൾക്കുന്നതിന്റെ പരിധിയിൽ ആരെങ്കിലും റമദാനിലെ അങ്ങാടി വാണിഭം ആഘോഷമാക്കണമെന്ന് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ ഈ ഹദീസ് മനസ്സിൽ വെക്കണം. മലക്കുൽ മുഖറബ്, മലക്കുകളുടെ നേതാവ്, പാപം ചെയ്യാത്ത ജിബ്രീൽ അലൈഹിസ്സലാമാണ് പ്രാർത്ഥിക്കുന്നത്, ആമീൻ പറയുന്നത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആർക്കെതിരെ പ്രാർത്ഥിക്കുന്നത്? റമദാനിനെ അവഗണിച്ചവനെതിരെ, റമദാനിനെ ആഘോഷമാക്കിയവനെതിരെ, റമദാനിനെ അർഹിച്ച പരിഗണന കൊടുക്കാത്തവനെതിരെ. അതുകൊണ്ട് ഉപ്പുമാങ്ങിയും ഉപ്പിലിട്ട പൈനാപ്പിളും അല്ല റമദാൻ. സോഡയും വെള്ളവും പിന്നെന്താ ജ്യൂസും ചന്തയും അല്ല റമദാൻ. റമദാൻ എന്ന് പറഞ്ഞാൽ ഇബാദത്താണ്, തറാവീഹാണ്. റമദാൻ എന്ന് പറഞ്ഞാൽ വ്രതാനുഷ്ഠാനമാണ്. റമദാൻ എന്ന് പറഞ്ഞാൽ ഖുർആൻ പാരായണമാണ്. അതിനുവേണ്ടി നീക്കിവെക്കാനാണ് ഒരു മുസ്ലിം തയ്യാറാകേണ്ടത്. ഇതിങ്ങനെ നമ്മുടെ വിശ്വാസം പിഴപ്പിക്കാനും നമ്മുടെ ആരാധനകളെ പ്രശ്നത്തിലാക്കാനും പുതിയ പുതിയ ആവേശങ്ങളും ആഘോഷങ്ങളും വരുമ്പോ അതിന്റെ കൂടെ നിന്ന് കൊടുക്കാൻ ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മൾ ഒരിക്കലും സന്നദ്ധരാകരുത് എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. ഇത് അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങേണ്ട മാസമാണ്, തൗബ ചെയ്യേണ്ട മാസമാണ്, അല്ലെ? ഇസ്തിഗ്ഫാറിന്റെ മാസമാണ്. സഹോദരങ്ങളെ, ഓരോ രാവും പിടക്കുന്ന ഹൃദയമായി, വിങ്ങുന്ന മനസ്സുമായി, ഈറനണിയുന്ന കണ്ണുകളുമായി അല്ലാഹുവിലേക്ക് കൈകൾ ഉയർത്തി, നാദാ പുറത്തു തരണേ, പറ്റിപ്പോയി, ഓരോ കുറ്റവും ഏറ്റുപറഞ്ഞ് മനസ്സിനെ വേട്ടയാടുന്ന ജീവിതത്തിന്റെ ഏതൊക്കെയോ ചാവല്യ നിമിഷങ്ങളിൽ സംഭവിച്ചു പോയ ഓരോ പാപവും അല്ലാഹുവിനോട് എടുത്തു പറഞ്ഞ്, റബ്ബേ പറ്റിപ്പോയി, റബ്ബേ പുറത്തു തരണേയെന്ന് കേണപേക്ഷിച്ചു പറയേണ്ട ദിനരാത്രങ്ങളിലേക്കാണ് സഹോദരങ്ങളെ നമ്മൾ പ്രവേശിക്കുന്നത്. അതങ്ങനെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്.